ഇനി നമ്മൾ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി ഉണ്ട് ഇതിനകത്ത്. ഞാനൊരു 5-8 വർഷക്കാലം പാട്ടൊക്കെ നിർത്തിയിട്ട് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വീണ്ടും ഈ വേദിയിലേക്ക് എത്താൻ കാരണം, ആയിരക്കണക്കിന് ആളുകളുടെ സ്നേഹം തിരിച്ചറിയാൻ കാരണം, വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരുപാട് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ എന്നെ കോഴിക്കോട്ടുകാരിയായിട്ടുള്ള ഒരു കലാകാരി ഇന്റർവ്യൂക്ക് വിളിച്ചു. പ്രതിപാലനാണ് അതിന്റെ കാരണം. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ പ്രിയപ്പെട്ട നിങ്ങളുടെ ആ കലാകാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവള് കോഴിക്കോട് പന്നിയങ്കരയാണെന്ന് പറഞ്ഞപ്പം ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം കോഴിക്കോട്ടുകാരനായ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് കോഴിക്കോടുള്ള ഒരു കലാകാരി, ഒരുപാട് ചലച്ചിത്ര താരങ്ങളെയും അതിനേക്കാൾ മുകളിലുള്ളവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള കലാകാരി. നിങ്ങള് സർപ്രൈസ് ആണ്. ഞാൻ അവരുടെ അനുവാദമില്ലാതെ ക്ഷണിക്കുകയാണ്. നൈനിഷ, നല്ലൊരു ഗൈഡ് കൊടുക്കണം. സ്റ്റേജിലേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞാണ്, പേടിയാണെന്ന് പറഞ്ഞാണ്. ഒരുപാട് ചലച്ചിത്ര താരങ്ങളെയൊക്കെ എന്താ പറയാ ഇന്റർവ്യൂ ചെയ്തിട്ട് മില്യൺ കണക്കിന് ആളുകളെ പരിചയപ്പെടുത്തിയ നൈനിഷ നമ്മുടെ നാട്ടുകാരിയാണ്. നമുക്ക് നിങ്ങൾക്ക് കിട്ടിയ സർപ്രൈസ് ആണ്. ഇവിടത്തേക്ക് നമ്മളെ കാണാൻ വന്നതാണ്. അവരുടെയൊക്കെ അതെ. അപ്പോൾ നൈനിഷ ഇപ്പോൾ എന്താ പറയുക, ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ യൂട്യൂബ് ചാനലിൽ ഒരു കൊച്ചു രാജകുമാരി ആവണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചൊരു പാവംകുട്ടിയാണ്. പിന്നെ വേറൊരു കള്ളം നിങ്ങൾ പറഞ്ഞു സർപ്രൈസ് ആണ്, എന്നെ വിളിക്കരുത്. പുറകിലിരുന്ന് 12 വട്ടം പറഞ്ഞു എന്നെ വിളിക്കണം, പ്ലീസ് എന്നെ വിളിക്കണം. എന്നിട്ട് ഇവിടെ വന്ന് സർപ്രൈസ് ഉണ്ടാക്കുന്നത് വന്ന സ്ഥിതിക്ക് ചുമ്മാ നല്ലൊരു ഗൈഡ് കൊടുത്തു സർപ്രൈസിൽ. അതുവരെ നൈനിഷ ഭയങ്കര മടിയുള്ളവരാണ്. സീരിയസ്ലി അവൾ അറിഞ്ഞിട്ടല്ല കയറി വന്നത്, വെറുതെ വിളിച്ചാണ്. ഒരു മ്യൂസിക്കിടും. അതുവരെ ഈ മടിയുള്ള നൈനിഷ ഒന്ന് വെറുതെ നടക്കണം. ഭയങ്കര മടിയുള്ള ഒരാളാണ്, പേടിയുള്ള ഒരാളാണ്. വെറുതെ ഒരു മ്യൂസിക് നല്ലൊരു കൈയോടെ വരും. വളർന്നു വരുന്ന കോഴിക്കോടിന്റെ താരമാണ്. ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അതുവരെ പോയാൽ മതി, വെറുതെ പോയാൽ മതി. ധൈര്യം ഇല്ലാത്ത ആളാണെങ്കിൽ റാമ്പ്, പോയിക്കോ. ഫാഷൻ ഷോ,